നമുക്ക് മനസ്സിലാക്കാം 24 വയസ്സ് മാത്രമാണ് ഗ്രീഷ്മയ്ക്ക് പ്രായം. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ശിക്ഷാവിധിയിൽ ഇളവുണ്ടാകണമെന്ന വാദമാണ് പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായതെങ്കിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങളെ പൂർണ്ണമായും മുഖ്യവിലക്കെടുത്തുകൊണ്ടാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ അത്രയും നമ്മൾ കണ്ടത്. അതായത് പ്രണയം അല്ലെങ്കിൽ വിശ്വാസവഞ്ചന എന്ന് സമൂഹത്തിനാകെ ഒരു തെറ്റായ സന്ദേശം നൽകുന്ന പ്രവൃത്തിയാണ് ഗ്രീഷ്മയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരു ചെറുപ്പക്കാരനെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തുന്ന ഗ്രീഷ്മയെ പുറത്തേക്ക് ഇറക്കുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗ്രീഷ്മയെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിർവികാരതയോടെയാണ് ഗ്രീഷ്മ വധശിക്ഷാ വിധി പ്രഖ്യാപനം കേട്ടത് എന്ന് അറിയാൻ കഴിഞ്ഞു. പക്ഷേ ഗ്രീഷ്മയുടെ കുടുംബാംഗങ്ങൾ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗ്രീഷ്മ ഇപ്പോൾ കേരളത്തിലെ ജയിലിൽ രണ്ടാമത്തെ ആളാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന രണ്ടാമത്തെ സ്ത്രീയാണ് ഇപ്പോൾ ജയിലിലുള്ള ഗ്രീഷ്മ. മറ്റൊരാൾ കൂടി ഉണ്ട്, റഫീഖ. അവർ ഒരു കൂട്ടുപ്രതിയാണ്. അവരെയും വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഗ്രീഷ്മയ്ക്ക് ഇത് കിട്ടിയിരിക്കുന്നു. ഗ്രീഷ്മയെ വധശിക്ഷ വിധിക്കുമ്പോൾ കോടതി ഒന്നൊന്നായി പറയുന്ന കാര്യങ്ങളാണ് ഏറെ ശ്രദ്ധേയം. അതായത് വളരെയധികം ആലോചിച്ച് ഗൂഢാലോചന നടത്തി വളരെയധികം വിശ്വസിച്ച ഒരാളെ കൊലപ്പെടുത്തുന്നു. അങ്ങനെ ഒരാൾ പൊതുസമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയും അത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുമോ, അല്ലെങ്കിൽ ആ കുറ്റകൃത്യത്തിന് അനുസൃതമായ ഒരു ശിക്ഷ നൽകിയില്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ നീതിന്യായ വ്യവസ്ഥ എത്രമാത്രം ശക്തമായി നടപ്പാക്കുന്നതാണ് എന്ന് തെളിയിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. അനന്തൻ കേൾക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അനന്തൻ, ഒരുപക്ഷെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് എന്ന രീതിയിലായിരുന്നു പ്രോസിക്യൂട്ടർ നമുക്ക് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് പല കാര്യങ്ങളിലും തെളിവുകൾ കണ്ടെത്താൻ, ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്താനൊക്കെ വളരെ കഷ്ടപ്പെട്ടു. എങ്കിലും വളരെ ശാസ്ത്രീയമായി തന്നെ ആ തെളിവുകളെല്ലാം സംഘടിപ്പിക്കുകയും കുറ്റപത്രം നൽകുകയും ചെയ്തു. അതനുസരിച്ചിട്ടുള്ള ഈ വധശിക്ഷ ഗ്രീഷ്മയ്ക്ക് ലഭിക്കുമ്പോൾ എന്ത് സന്ദേശമാണ് കോടതി മുന്നോട്ട് വെക്കുന്നത്? മാർഷൽ, ഏതാണ്ട് അരമണിക്കൂർ നീണ്ടു ഈ വിധി പ്രസ്താവം വായിക്കാൻ കോടതി. ശിക്ഷാവിധിയിലുള്ള വിധി പ്രസ്താവം. ആ വിധി പ്രസ്താവത്തിന്റെ ഒരു പകുതി ഭാഗം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു ഗ്രീഷ്മയ്ക്ക് അതികഠിനമായൊരു ശിക്ഷ കാത്തുവെച്ചിരിക്കുന്നു കോടതി എന്നുള്ളത്. അപ്പോൾ നമ്മളത് പറയുകയും ചെയ്തു. ഒന്നുകിൽ വധശിക്ഷ, അതല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തം എന്നുള്ള കാര്യം എടുത്ത് നമ്മൾ പറയുകയും മാതൃഭൂമി പറയുകയും ചെയ്തിരുന്നു. അത് കറക്റ്റായിരിക്കുന്നു, അത് കൃത്യമായിരിക്കുന്നു. വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുന്നു. പ്രായത്തിന്റെയോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സെന്റിമെന്റൽ ആനുകൂല്യങ്ങളോ ഗ്രീഷ്മയ്ക്ക് ലഭിച്ചിട്ടില്ല. അവൾ ചെയ്ത കൊടുംപാതകം കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഷാരോൺ എന്ന ഒരു യുവാവിനെ ഇല്ലാതാക്കാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്ന പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നുള്ള വാദം പിന്നെ ബാധകമേ അല്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വധശിക്ഷയിൽ കുറഞ്ഞ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഈ ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിൻകര കോടതി നൽകി.